നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ഹൈഡ്രജൻ ഇൻഹലേഷൻ തെറാപ്പി ഒരു മെഡിക്കൽ ഡോക്ടറുടെ സൂപ്പർവിഷനിൽ തന്നെ ചെയ്യുന്നതല്ലേ നല്ലത്? എന്തുകൊണ്ടും നല്ലത് ഒരു മെഡിക്കൽ ഡോക്ടറുടെ സൂപ്പർവിഷനിൽ ചെയ്യുന്നതാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മോളിക്കുലർ ഹൈഡ്രജൻ തെറാപ്പി ഈവൻ തോ ഇതിന് യാതൊരു വിധത്തിലുള്ള പാർശ്വഫലങ്ങളില്ല എന്ന് പറയുമ്പോഴും തെളിയിക്കുമ്പോഴും സയൻറ്റിഫിക് ബാക്കിംഗ് നമുക്കുള്ളപ്പോഴും തെറാപ്പി എടുക്കുന്ന ആദ്യത്തെ 2-3 ദിവസം ചിലപ്പോൾ പേഷ്യൻസിന് ചെറിയ ലൈറ്റ് ഹെഡ്നെസ്, അതുപോലെ ഒരുപാട് ബി കോൺസ്റ്റിറ്റ്യൂഷനിൽ കുറവായിട്ടുള്ള പേഷ്യൻ്റ് ആണെങ്കിൽ പിന്നെയും ബി കുറച്ച് കുറഞ്ഞു പോയെന്ന് വരാം. പക്ഷേ അത് കാര്യമാക്കേണ്ട ആവശ്യമില്ല. അത് കുറച്ച് കഴിയുമ്പോൾ അത് പമ്പപ്പ് ചെയ്ത് വന്നോളും, നോർമലായി വന്നോളും. പിന്നെ അത് മാത്രമല്ല, ഇതിൻ്റെ ഡോസേജസ് നമ്മൾ തീരുമാനിക്കുമ്പോൾ നേരത്തെ നമ്മൾ തുടക്കത്തിൽ സംസാരിച്ച ഒരു കാര്യമാണ്, ഹൈഡ്രജൻ എന്ന് പറയുന്ന ഗ്യാസ് ഒരു പരിമിത അളവിൽ കൂടുതൽ മർദ്ദമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ, പരിമിത അളവിൽ കൂടുതലായി കഴിഞ്ഞാൽ ഇത് ഇൻഫ്ലേമബിൾ ആണെന്നുള്ള കാര്യം. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ അന്തരീക്ഷത്തിലെ മർദ്ദം എന്ന് പറയുന്നത് 1 ATM അല്ലെങ്കിൽ 74 മില്ലിമീറ്റർ ഹൈഡ്രാഗ്രത്തിൽ താഴെ മോളിക്കുലർ ഹൈഡ്രജൻ എത്ര വോളിയം എടുത്താലും കുഴപ്പമില്ല. അതേസമയം ഒരു 4 ATM പ്രഷറിന് മുകളിലേക്ക് പോവുകയാണെങ്കിൽ ഹൈഡ്രജൻ അതൊരു ബോംബായി മാറി. അപ്പോൾ ഇതിൻ്റേതായ കാര്യങ്ങൾ നോക്കിക്കണ്ട് തിരിച്ചറിഞ്ഞ് അതിനനുസരിച്ചുള്ള ഡോസ് മനുഷ്യൻ്റെ ശരീരത്തിൻ്റെ ബോഡി സർഫസ് ഏരിയയ്ക്ക് അനുസരിച്ച് നമുക്ക് നിർദ്ദേശിക്കാൻ ഒരു ഒരു ഡോക്ടർക്കേ സാധിക്കുള്ളൂ. ഒരു ആധുനിക ഒരു മോഡേൺ മെഡിസിൻ ഡോക്ടർക്കോ അല്ലെങ്കിൽ ഇൻ്റഗ്രേറ്റീവ് മെഡിസിൻ ഡോക്ടർക്കോ സാധിക്കുകയുള്ളൂ. അപ്പോൾ ആ ഒരു കാര്യം ഇത് ഫുൾഫിൽ ചെയ്യാൻ വേണ്ടി എന്തായാലും നമുക്കൊരു ഡോക്ടറിൻ്റെ പ്രസൻസിൻ്റെ അകത്ത് ആവശ്യമാണ്.